ഹലോ ഗായ്സ്, എൻ്റെ ലാപ്പ് ചെറുതായിട്ട് കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് കുറേ നാളത്തേക്ക് ഗെയിമിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് വേറൊരു സെർവറുമായിട്ട്. സെർവർ കയറാനുള്ള ഡിസ്കോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. യാമേൻ്റെ മുതുകത്തിരിച്ച് തന്നെ ഈ സീസൺ അങ്ങ് തുടങ്ങാം. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? ഈ മൈൻക്രാഫ്റ്റ് സെർവറിൽ എല്ലാവരും ഒരുമിച്ചാണ് ബേസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് എല്ലാവരും ഒരേ ഏരിയയിൽ തന്നെ. അതുകൊണ്ട് ഞാനും അതേ ഏരിയയിൽ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഫാമും കാര്യമൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ടുണ്ട്. പിന്നെ ബിൽഡ് ചെയ്യാൻ പ്ലാൻ മാത്രം പോരാ, ബിൽഡ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 15 ഇട്ടും ഒരു കമ്പും കഷ്ണമാണ്. അതുകൊണ്ട് ബിൽഡിങ് നടക്കില്ല. അതുകൊണ്ട് നമുക്കൊരു മൈനിങ് മോണ്ടാജ് കാണാം. അങ്ങനെ മൈനിങ്ങിന് പോയിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. നമുക്ക് അതിനു മുന്നേ ഇവിടെ എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്ന ബേസൊക്കെ ഒന്ന് കാണാം. എന്നിട്ട് അതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബേസ് ഉണ്ടാക്കും. ഞാനിങ്ങനെ സെർവർ ചുറ്റിക്കൊണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അതിനകത്തൊരു ഡൂഡ് എന്നെ ഫിഷ് ഫൈറ്റ് വിളിക്കുന്നത്. എന്നാൽ ശരി പോയേക്കാന്ന് വിചാരിച്ചു. കിളവന് നല്ല ഉന്നമില്ലാത്തതുകൊണ്ട് ചത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ പരിപാടിയൊക്കെ നിർത്തി ഇവിടെ അടുത്തൊരു വില്ലേജ് വന്നിട്ട് കുറച്ച് ഫാമൊക്കെ ഉണ്ടാക്കി. ഒന്നാമത് ട്രീ ഫാം, ആ വില്ലേജിൽ നിന്ന് വില്ലേജേഴ്സിനെടുത്ത് ഇപ്പോൾ അയൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ടൂൾസിനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇവിടെ ഞാൻ സ്ഥിരമായിട്ടൊരു ബേസ് ഒന്നും ഉണ്ടാക്കണില്ല. പിന്നെ ഞാൻ എൻ്റെ ബേസ് ഉണ്ടാക്കാനുള്ള ഏരിയ ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതേ അഡ്മിൻ വന്ന് ശരിക്കും ഹെൽപ്പ് ചെയ്തു. അതായത് ഇപ്പോൾ 1-2 ബ്ലോക്ക് വെച്ചിട്ട് പോകണമല്ല, ഞാനത് ഫുള്ള് ക്ലിയർ ചെയ്ത് തീർന്ന ഒരു അഡ്മിൻ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ എനിക്കൊരു ഡയമണ്ടിൻ്റെ ഷവലും തന്നു. നേരത്തെ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ബേസ് ഉണ്ടാക്കേണ്ടതെന്ന്. പക്ഷേ ഇപ്പോൾ പ്ലാൻ അനുസരിച്ചൊന്നും അല്ല പോണത്. ഉണ്ടാക്കി വന്നപ്പോൾ ഇത്തിരി വലുതായിപ്പോയി. ഇതിൻ്റെ ബാക്കി ഇനി എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ ഇതിലൊരു ടവർ, നടുക്കൊരു ചെറിയ ക്യാസ്ൽ പോലെ, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.